ഈ പേമാരിക്കാലത്ത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അഭയം തേടുന്നവർക്ക് പറയാനുള്ളത് പ്രകൃതി ദുരന്തങ്ങളുടെ മാത്രം കഥയല്ല. പത്തനംതിട്ട ആറന്മുള സ്വദേശി ആഷ്ലിയുടെ 2 വയസ്സുകാരിയായ മകൾ നിയോമികയ്ക്ക് ഇത് എല്ലാ അർത്ഥത്തിലും അതിജീവനത്തിൻ്റെ പോരാട്ടമാണ്. ജന്മന കാലുകളുടെ ഘടനയിലുള്ള ബുദ്ധിമുട്ടും കേൾവിക്കുറവും കുരുന്നു ജീവിതത്തിന് വെല്ലുവിളിയാണ്. എന്നാൽ ഏത് പ്രതിസന്ധിയിലും അവളുടെ കുഞ്ഞു ചുവടുകൾക്ക് കാവലായി അമ്മ ആഷ്ലിയും മുത്തച്ഛി മറിയാമ്മ ചാക്കോയുമുണ്ട്. രണ്ട് വയസ്സുകാരി നിയോമികയ്ക്ക് ഇപ്പോൾ വീടെന്നാൽ ദുരിതാശ്വാസ ക്യാമ്പാണ്. ചുറ്റും നടക്കുന്നതെല്ലാം അത്ഭുതത്തോടെ നോക്കി അമ്മയുടെ മടിയിൽ കരുതലിന്റെ ചൂടേറ്റ് ആ കുഞ്ഞിരിക്കുന്നു. ആർത്തലച്ചെത്തുന്ന പേമാരിയുടെ ശബ്ദം നിയോമിക കുഞ്ഞു ചെവികൾ മുഴുവനായി കേൾക്കുന്നില്ല. ജന്മന കേൾവി കുറവാണ്. കാൽപാദങ്ങൾക്ക് സ്വാഭാവിക വളവില്ലാത്തതിനാൽ പിച്ചവച്ചാൽ വീണുപോകും. കാലിന് നമ്മുടെ കൂട്ടല്ല, വളവില്ല, കാലിന്റെ പാദത്തിന് വളവില്ല. അപ്പോൾ നടക്കുമ്പോൾ ബാലൻസ് കിട്ടത്തില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉള്ളി വരും. അങ്ങനെയാണ് ഈ നെറ്റി മൊത്തം മുറിഞ്ഞിരിക്കുന്നതും കണ്ണൊക്കെ മുറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ DICയിൽ കാണിച്ചപ്പോൾ അവിടെ ഫിസിഷ്യൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ ചപ്പൽ വാങ്ങിച്ചിടണമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞു കാലുകൾക്ക് ഒരു ചുവട് മുന്നോട്ട് വെക്കാവുന്നത് പോലും വലിയ പരിശ്രമമാണ്. പക്ഷേ ആരുടെയും സഹായമില്ലാതെ നിയോമിക നടക്കണം. അതിനുവേണ്ടിയാണ് 60 കഴിഞ്ഞ മുത്തശ്ശി ഇപ്പോഴും ജീവിതത്തോട് പോരാടുന്നത്. ഞാനിപ്പം അടുത്തൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുന്നുണ്ട്. എനിക്ക് മാസത്തിൽ 16,000 രൂപ കിട്ടുന്നുണ്ട്. പിന്നെ അതിലാഴ്ച കിട്ടുമ്പോൾ ഞാൻ അടുത്തൊരു കടയിൽ പാല് 3 കവർ പാല് ദിവസം വേണം. ബിസ്ക്കറ്റൊന്നും അങ്ങനെ മേടിക്കാറില്ല. ആ പാല് മേടിച്ച് 3 കവർ ആഴ്ചയിൽ 700 രൂപ 1000 രൂപയൊക്കെ എനിക്ക് ചിലപ്പോൾ ബിസ്ക്കറ്റൊക്കെ മേടിക്കാം. അങ്ങനെ പിന്നെ റേഷനരിയൊക്കെ കിട്ടുന്നുണ്ട്. എന്നെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വെളിയിൽ. 4-ാം തീയതി തിരുവല്ലയിലെ DCI ആശുപത്രിയിൽ ചികിത്സക്കായി പോകേണ്ടതായിരുന്നു നിയോമിക. പക്ഷേ വെള്ളം കയറി. വീടൊഴിഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നു. തോടിനോട് ചേർന്നുള്ളൊരു വീടാണ്. അപ്പം വെള്ളം കയറുമ്പോൾ ആദ്യമേ കയറുന്നത് ഇവരുടെയൊക്കെ വീടുകളിലാണ്. വെള്ളം അതുകൂടാ ഈ 2 കുട്ടികളെ കൂടാതെ കൊണ്ട് സഹോദരൻ്റെ ഒരു കുഞ്ഞും കൂടെ ഉണ്ട്. അവർ പക്ഷേ അവരുടെ സഹോദരൻ്റെ ഭാര്യ വീട്ടിലേക്ക് താമസം മാറി. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളും തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അതായത് 3 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് എല്ലാവരും. ചികിത്സ മുടങ്ങിയതിന്റെ ആശങ്കയ്ക്കിടയിലും ക്യാമ്പിൽ കഴിയുന്ന ഈ കുടുംബത്തിന് അപ്രതീക്ഷിതമായി ഒരു കരുതലെത്തി. ആറന്മുള ചിറയിപ്പറമ്പ് MGLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച മുഖ്യമന്ത്രി VD സതീശൻ വാത്സല്യത്തോടെ നിയോമികയെ കയ്യിലെടുത്തപ്പോൾ ദുരിതത്തിനിടയിലും കുടുംബത്തിന് ലഭിച്ചത് കരുതലിന്റെ ഒരു നിമിഷം. മഴ മാറും. നിയോമികയും മൂത്ത സഹോദരി നവമിയും തിരികെ വീട്ടിലേക്ക് മടങ്ങും. പിന്നെ ആശുപത്രി, ചികിത്സ. അതിനുശേഷം ആ ചെറിയ കാലുകളിൽ വീണ്ടും ഒരു ചുവടിനായുള്ള പരിശ്രമം. ആ കുഞ്ഞിന്റെ ഓരോ ചുവടിനും താങ്ങായി നിൽക്കാനുള്ള പോരാട്ടത്തിലാണ് ഈ അമ്മയും മുത്തശ്ശിയും. ആറന്മുളയിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.